പട്ടാമ്പിയിൽ മാരിയമ്മ പൊങ്കലാണ്. ചന്ദ്രുവിന് അവിടെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നോലും. രതീഷേട്ടൻ ചോറ് കൊണ്ടുവന്നുകൊണ്ട് ആദ്യം തന്നെ ചോറാണ് വെച്ചത്. ചോറ് തിളപ്പിച്ചത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ച്. അപ്പോഴേക്കും കടലക്കറി വെന്തുണ്ടായിനി. പിന്നെ അതെടുത്തിട്ട് വറവിട്ട് ആ കുക്കർക്ക് തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് കർമൂസ ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ച്. എന്നിട്ട് അതിനാവശ്യമുള്ള തേങ്ങയും ചിരകി വെച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് അരച്ച് വെച്ച്. ചീനച്ചട്ടിയിൽ നിന്ന് കടലക്കറി മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അമരപ്പയർ ഇട്ട്. പയർ മുറിക്കുമ്പോൾ അതിലൊരു പുഴുണ്ടായിന്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം നോമ്പ് മുറിഞ്ഞേനെ. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി തേങ്ങയും കൂടെ ഇട്ടിട്ട് ഉപ്പേരി സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ച്. നോൺ വെജ് ഇല്ലാണ്ട് ചോറിറങ്ങാത്ത രതീഷേട്ടന് നോമ്പുകാലായാൽ ചമ്മന്തി ഇല്ലാണ്ട് ചോറിറങ്ങൂല. ഞാൻ ഉണ്ടാക്കി വെറുത്ത് പോയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഈ ചമ്മന്തിയാണ്. അതിൻ്റെ കഥ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോഴേക്ക് കർമൂസ വെന്തുണ്ടായിന്. അതിൽ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ കടുകും വറുത്തിട്ട് കറി സെറ്റാക്കി. രാവിലെ ചപ്പാത്തി ആയിന്. ഇങ്ങനെ ചോറ് കൊണ്ടുപോകുന്ന ദിവസം ഞാൻ ചപ്പാത്തിയും പത്തിരിയൊക്കെ ആണെങ്കിൽ തലേന്ന് തന്നെ പരത്തി വെക്കലാണ്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ്റുപാത്രത്തിൽ 2 ചപ്പാത്തിയും പിന്നെ കറിപ്പാത്രത്തിൽ കുറച്ച് കടലക്കറിയും ആക്കി കൊടുത്തു. ചോറിൻ്റെ കൂടെ ചമ്മന്തിയും ഉപ്പേരി ഇട്ടിട്ട് ചോറും പാത്രവും റെഡിയാക്കി വെച്ച്. കറിപ്പാത്രത്തിൽ കർമൂസക്കറി ഒഴിച്ച്. വീട്ടിൽ കർമൂസന്മാരുള്ളതുകൊണ്ട് ഇനി നോൽമ്പ് കാലം കഴിയണവരെ കർമൂസേൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ചോറിട്ട് തിന്നാനൊരു പാത്രം കൂടെ വെച്ചപ്പോൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. നോലുമ്പുള്ള ഈ കൂലിപ്പണിക്കാരൻ്റെ നോമ്പുകാലത്തെ ചോറ്റുപാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കർമൂസക്കറി പച്ചക്കറി